അങ്ങനെ വചനത്തിൽ വിശ്വസിക്കുകയും തുറക്കുകയും ചെയ്ത് അരിച്ച മനുഷ്യനെ വിശ്വാസം വേണം. അധൈര്യം പാടില്ല. ധൈര്യത്തെന്ന് പറയണം, കർത്താവേ നീ എന്റെ മക്കൾ തന്നിട്ടുണ്ട്, തന്നേ മതിയാവും. പക്ഷേ ഈ അതാണ് ആ പ്രാഥമിക നമ്മൾ പറഞ്ഞ മക്കളെ, ഇതിലൊന്നും പേരോട് മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ വചനം എടുത്തുകൊണ്ട് ഏറ്റവും വിശ്വസിച്ചുകൊണ്ട് ആ വചനത്തിൽ ഉറയ്ക്കണം. ഇതിരിക്കുന്നല്ലോ അമ്മേ. ഇവിടെ എന്താ പത്രത്തിൽ എന്താ ദോഷവും സകാലവും പകരം ചെയ്യാതെ കേട്ടോ. ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് ഈ രണ്ട് കാര്യം. ഏത് രണ്ട് കാര്യം? ഒന്ന് ഇന്ന് എല്ലാവരും ദോഷത്തിന് പകരം ദോഷം ചെയ്യുന്നു. ഇത് ആത്മീയപ്പെടുന്ന കാര്യമാണ്. രണ്ടാമത് ആരെങ്കിലും സഹായിച്ച തിരിച്ച് അതേ സഹായിക്കുന്ന ഒരു ദുരാത്മാവ് സഭയ്ക്കകത്ത് പലരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരിച്ചറിയുക. ഈ രണ്ട് കാര്യം മുഖാന്തരം ദൈവത്തിന്റെ യഥാർത്ഥ അനുഗ്രഹം മുടങ്ങുന്നു. അതുകൊണ്ടാണ് കർത്താവ് അടുത്ത വാക്യം പറയുന്നതിന് മുമ്പേ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് ഈ രണ്ട് കാര്യം ആടിയത്? ഇതൊരു വാക്യമല്ല, ഇത് ഒറ്റ വാക്യത്തിനകത്ത് കിടക്കുന്ന കാര്യമാണ് അല്ലെ. അപ്പോ നാം മനസ്സിലാക്കേണ്ടത് ഈ അടുത്ത കാര്യം സംഭവിക്കണമെങ്കിൽ ഈ രണ്ട് കാര്യത്തിൽ നമ്മൾ കിടക്കണം. ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും അത് മറഞ്ഞ ഒരു കാര്യമാണ്. വെളിപ്പെടുത്തണമേ, നിങ്ങളെ ഞാൻ അനുഗ്രഹം അനുഭവം വിളിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ മകന് ആ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുന്നില്ല. കാരണം നിങ്ങൾ ആരും ദോഷം ചെയ്ത അതേപോലെ ദോഷത്തിന്റെ ലെവൽ അവിടെ കാണുന്നു. പ്രാർത്ഥനകൾ അങ്ങനെ വരുന്നു, അങ്ങനെ വരുന്നു, എല്ലാം കൂടെ അങ്ങനെ വരുന്നു. ഇനി ആരെയും സഹായിച്ച ഇവിടെ അടിച്ച് ഇവിടെ കാണിക്കുന്നത് തിരിച്ച് സഹായിക്കുന്നു. അല്ല, നമ്മൾ മനസ്സിലാക്കണം. സംഭവിക്കുന്നു യഥാർത്ഥത്തിൽ നമ്മെ വിളിക്കത്തവണ അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് കഴിയുന്നില്ല. മുഴുവൻ വാങ്ങാൻ വരുന്നില്ല. കാരണം നിങ്ങൾ ആ ദോഷം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, സഹനം ചെയ്തുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് ഇത് തരുവാൻ കഴിയുന്ന വിശാലം ആയിരിക്കുന്നു. പിടികിട്ടിയോ? ഇന്ന് നമ്മൾ തിരുത്തണം. നമ്മളെല്ലാവരും തിരുത്തണം. ഞാൻ നിങ്ങളുടെ കൂടെ നമുക്ക് ഒരു തിരുത്തണം അല്ലേ? ഇനി ദോഷവും സകാരത്തിന് സകരം പകരം ചെയ്യല്ലേ. ദൈവങ്ങളെ നിങ്ങൾ ദോഷം ചെയ്യല്ലേ. ആരെങ്കിലും എനിക്കോ നിങ്ങൾക്ക് സംസാരിച്ചാൽ അവർ അറിയില്ല എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കത്താവേ, അവരോട് ക്ഷമിക്കണമേ, അവരോട് കണ്ണ കാണിക്കണമേ, എന്നോട് കണ്ണ കാണിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കല്ലാതെ മറ്റൊന്നും ദോഷത്തിന് പ്രാർത്ഥിക്കാനോ ദോഷം ചെയ്യുവാനോ സഹായിക്കാനോ നമുക്ക് പരിശുദ്ധാത്മാവ് പുതിയ കാലഘട്ടത്തില് റൈറ്റ് തരുന്നില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുവെങ്കില് ദൈവത്തിൽ അനുഗ്രഹം മുടങ്ങിപ്പോകും. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് അതിനാണ് ഞാൻ നിങ്ങളെ രക്തം കൊടുത്ത് വിളിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹം ഷെയർ ചെയ്യേണ്ട നിങ്ങൾ ഇപ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ആത്മീയ ജീവിതം? എത്ര വർഷമായിട്ട് എത്ര കുടുംബങ്ങൾ ഇന്നും ദരിദ്രത്തിൽ കിടക്കും? എത്ര പോരാട്ടങ്ങൾ ഇന്നും അകപ്പെട്ട് കിടക്കുന്ന കാരണം ഇതാണ്. നമ്മൾ പലപ്പോഴും നമ്മെ ദോഷം സംസാരിക്കുന്നു, നമ്മൾ പലപ്പോഴും ആവശ്യമില്ലാതെ സഹായിക്കുന്നു. അത് പിശാചിന്റെ ഒരു തലമാണ്, അവന്റെ സ്പിരിറ്റിന്റെ ഒരു വശമാണ്. ഇന്ന് പകൽ സമയം ഓൺലൈൻ ആയിരിക്കുന്നവരും ഇതിനകത്തായിരിക്കുന്നവരും ലൈവിൽ ശ്രദ്ധിക്കുക. ക്രിസ്തു യേശു പറയുന്നു, എഫേസ്യർ എടുക്കാൻ ലേഖനത്തിൽ പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിച്ച നമ്മെ. സകല അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് വേണ്ടിയാണ് ഒരുക്കി വച്ചിരിക്കുന്നത്. അതൊന്നും പ്രാപിക്കുവാൻ കഴിയുന്നില്ല. പൂർണ്ണമായി പ്രാപിക്കുവാൻ കഴിയാത്തതിന്റെ കാരണം നമ്മുടെ സ്വഭാവമാണ്. രണ്ട് കാര്യം, ദോഷത്തിന് പോലെ ദോഷം ചെയ്യുന്നു, സഹായിക്കുന്നു. ഇവിടെ കസേര എടുത്താ അവിടെ അല്ലേ? ഇത് കാണുന്ന ആത്മീയത്തിൽ കാണുന്നുണ്ടല്ലോ. ഇവിടെ ഒരു വാക്ക് പറഞ്ഞ് തിരിച്ച് സംസാരിക്കുന്നതാണ്. നിങ്ങൾ അവിടെ ഒന്ന് ക്ലിയർ ചെയ്യാൻ തയ്യാറെങ്കിൽ